കാറ്റത്തെ കിളിക്കൂടിൻ്റെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷിൻ്റെ ജാതകത്തിൽ ദോഷമുണ്ടെന്നും സുഭാഷ് വീട്ടിൽ താമസിച്ചാൽ സഹോദരങ്ങളുടെ വിവാഹം നടക്കില്ലെന്നും നടന്നാലും അധികകാലം ഒരു പെണ്ണുങ്ങളും ആ വീട്ടിൽ താമസിക്കില്ലെന്നും ജ്യോത്സ്യർ പ്രവചിക്കുകയാണ്. സഹോദരങ്ങളുടെ ഭാവിയെക്കുറിച്ചോർത്തുള്ള ആശങ്കയിൽ സുഭാഷും വളരെ മനോവിഷമത്തിലാവുകയാണ്. സുധീഷും ഹരീഷും നികേഷും നിധിയുമെല്ലാം സുഭാഷേട്ടനെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ കാരണമാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് സുഭാഷേട്ടൻ വിശ്വസിക്കുകയാണ്. രാത്രി ഉമ്മറത്തെ കട്ടിലിൽ പാട്ടും കേട്ട് അതിനകത്ത് പാടിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ നിധി കുറ്റപ്പെടുത്തുകയാണ്. ഈ വീട്ടിൽ എന്തു നടന്നാലും കണ്ടില്ലെന്ന് നടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? സുഭാഷേട്ടൻ്റെ ജാതകദോഷം കാരണം ഈ വീട്ടിലാർക്കും വിവാഹം നടക്കാത്തതെന്ന വിഷമത്തിലാണ് സുഭാഷേട്ടൻ. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാ എന്നവൾ പറയുന്നത് കേൾക്കെ അച്ഛനും അവളെ എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും നികേഷിന്റെ അമ്മ ഇവിടെ എവിടെയോ താമസിക്കുന്നുണ്ടെന്നും ഒരിക്കൽ താൻ അവരെ റോഡിൽ വെച്ചത് കണ്ടത് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മുഖത്തെ ഭാവമാറ്റം താൻ ശ്രദ്ധിച്ചിരുന്നുവെന്നും സത്യം എന്താണെങ്കിലും ഒരു ദിവസം താനത് കണ്ടുപിടിക്കുമെന്നും അവരിവിടെ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ പെണ്ണുങ്ങൾ വാഴാത്ത വീടെന്നുള്ള മോശം പേര് മാറില്ലേ എന്നും നിധി ചോദിക്കുകയാണ്. ആർക്കിടെക്ചർ ജോലിയേക്കാളും നിധിക്ക് ചേരുന്നത് പോലീസ് ജോലിയോ വക്കീൽ ജോലിയോ ആണെന്ന് അച്ഛനും പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടെത്തുന്ന സുധീഷിനോട് സുഭാഷേട്ടനെ കുറിച്ച് ചോദിക്കെ സുഭാഷേട്ടൻ ഉറങ്ങാൻ കിടന്നുവെന്ന് സുധീഷ് പറയുകയാണ്. ജ്യോത്സ്യൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് സുഭാഷേട്ടൻ അത് കാര്യമായി എടുത്തിട്ടുണ്ടെന്നും അതോർത്ത് ആകെ മനോവിഷമത്തിലാണെന്നും എന്തെങ്കിലും തെറ്റായി നടക്കുമോന്ന് പേടി തനിക്കുണ്ടെന്നും ഈ രാത്രി സുഭാഷേട്ടനെ എല്ലാവരും കാര്യമായൊന്ന് ശ്രദ്ധിക്കണമെന്നും നിധി സുധീഷിനെ പറഞ്ഞേൽപ്പിച്ച് ഉറങ്ങാനായി പോവുകയാണ്. ഉമ്മറത്തിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ സുധീഷും കുറ്റപ്പെടുത്തുന്നുണ്ട്. എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് പാട്ടും പാടി സുഖിച്ചിരിക്കുന്നു. ഇതാണോ നിങ്ങളുടെ കലാബോധം? ഒറിജിനൽ ജാതകം കറക്റ്റ് ടൈമിൽ എടുത്തു കൊടുത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നും സുധീഷ് കുറ്റപ്പെടുത്തുന്നതുകൾക്ക് കാശ് കൊടുത്ത് പുതിയൊരു ജാതകം എഴുതിക്കുമ്പോൾ നല്ലൊരു ജാതകം എഴുതിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാ അച്ഛനും. പിന്നീട് സുധീഷ് ഉറങ്ങാനായി എത്തുമ്പോഴേക്കും സുഭാഷേട്ടൻ അവിടെ പായയിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അരികിൽ തന്നെ ഉറങ്ങാതെ വിഷമത്തോടെ ഹരീഷും നികേഷും ഇരിപ്പുണ്ട്. സുഭാഷേട്ടൻ ഓക്കെ ആയോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് അവരോട്. ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പിന്നീടൊന്നും സംസാരിച്ചില്ലെന്നും കോമഡിയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ചിരിച്ചില്ലെന്നും ഓക്കെ ആയെന്ന് തോന്നുന്നുവെന്ന് നികേഷും പറയുന്നുണ്ട്. സുഭാഷേട്ടനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഹരീഷും പറയുന്നുണ്ടെങ്കിലും സുഭാഷേട്ടൻ ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എഴുന്നേൽക്കാറുള്ളൂവെന്നും ജ്യോത്സ്യനെ പോയെന്ന് പെരുമാറിയല്ലോന്ന് സുധീഷ് ചോദിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞുവെന്നും സുഭാഷേട്ടനെ ഉണർത്താതെ ഉറങ്ങാൻ നോക്കെന്നും ഹരീഷ് പറയേ എല്ലാവരും ഉറങ്ങാൻ കിടക്കുകയാ. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മനോവിഷമത്താൽ ഉറങ്ങാനാവാതെ കിടന്നിരുന്ന സുഭാഷേട്ടനും കണ്ണു തുറന്ന് ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോർത്ത് സങ്കടത്തോടെ കരയുകയാണ്. ജാതകദോഷത്തെക്കുറിച്ച് ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് തൻ്റെ അനിയന്മാരുടെയും നിധിയുടെയും ജീവിതത്തിൽ താൻ ഒരു തടസ്സമാകുമെന്ന് കരുതി ഒരു കത്തെഴുതി വെച്ച് ആരും അറിയാതെ സുഭാഷ് വീട് വിട്ടിറങ്ങുകയാണ്. പിറ്റേ ദിവസം സുഭാഷേട്ടനെ കാണാനില്ലെന്നറിഞ്ഞ് നിധിയും സഹോദരങ്ങളും പരിഭ്രാന്തരാവുകയാണ്. സുധീഷ് സുഭാഷേട്ടന്റെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ മൊബൈൽ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. റൂമിൽ സുഭാഷേട്ടന്റെ മൊബൈൽ ഉണ്ടോയെന്ന് നോക്കാനായി നികേഷിനെ പറഞ്ഞു വിടുമ്പോഴാണ് അവിടെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ച മൊബൈലും കൂടെ ഒരു കത്തും നികേഷിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ കത്തിലെഴുതിയ കാര്യങ്ങൾ വായിച്ച് നികേഷും നിലവിളിച്ചുകൊണ്ട് തൻ്റെ സഹോദരങ്ങളുടെ അരികിലേക്ക് ഓടുകയാണ്. പരിഭ്രമത്തോടെ നിധിയും ആ കത്ത് വാങ്ങി വായിക്കുമ്പോഴേക്കും സുഭാഷേട്ടൻ വീട് വിട്ടിറങ്ങിപ്പോയ കാര്യം നിധി മനസ്സിലാക്കുകയാണ്. ഇത്രയും കാലം വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം താനാണെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടതെന്നും കുടുംബത്തിന്റെ നന്മയ്ക്കും അനിയന്മാരുടെ വിവാഹം നടക്കുന്നതിനും വേണ്ടി താൻ വീട് വിട്ടു പോവുകയാണെന്നും ആരും തന്നെ അന്വേഷിക്കരുതെന്നും സുഭാഷേട്ടൻ കത്തിൽ എഴുതിയിരുന്നു. പിന്നീട് ഹരീഷും സുധീഷും കത്ത് വാങ്ങി വായിക്കുമ്പോഴേക്കും എല്ലാവരും വളരെയധികം സങ്കടത്തിലാവുകയും സുഭാഷേട്ടനെ ശ്രദ്ധിക്കണമെന്ന് താൻ ഓർമ്മിപ്പിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ച് നിധിയും പൊട്ടിക്കരയുകയാണ്. അങ്ങോട്ട് വരുന്ന അച്ഛനോട് സുഭാഷേട്ടനെ കാണാനില്ലെന്നും വീട് വിട്ടു പോവുകയാണെന്ന് കത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് നിധി ആ കത്ത് അച്ഛന് നൽകുന്നുണ്ട്. ആ കത്ത് വായിക്കുന്ന അച്ഛനും സങ്കടത്തിലാവുകയാണ്. തുടർന്ന് സുഭാഷേട്ടനെ കണ്ടെത്താനായി എല്ലാവരും അന്വേഷണത്തിനായി ഇറങ്ങുകയാണ്. സുഭാഷിനെ കണ്ടെത്താനായി അച്ഛനും സഹോദരങ്ങളും കവലയിലും ബസ് സ്റ്റാൻഡിലും സുഭാഷിന്റെ വർക്ക് സൈറ്റുകളിലുമെല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിലും എവിടെയും കണ്ടെത്താനാവുന്നില്ല. ഇതിനിടയിൽ വഴിയിൽ വെച്ച് സുധീഷ് അവിനാശിനെ കാണുകയും സുഭാഷേട്ടനെ കാണാനില്ലെന്നും സുഭാഷേട്ടൻ അവിനാശിനെ വിളിച്ചിരുന്നോ എന്നും ചോദിക്കുന്നുണ്ടെങ്കിലും തന്നെ വിളിച്ചില്ലെന്നും താൻ കണ്ടിട്ടില്ലെന്നും അവിനാശ് മറുപടി പറയുന്നുണ്ട്. സുഭാഷേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ തന്നെ അറിയിക്കണമെന്ന് അവിനാശിനെ ഏൽപ്പിച്ച് സുധീഷ് വീണ്ടും സുഭാഷേട്ടനെ തിരയാനായി പോവുകയാണ്. ഹരീഷിന്റെ കൂടെ സുഭാഷേട്ടനെ അന്വേഷിച്ചിറങ്ങിയ നികേഷ് ഇടയ്ക്ക് വെച്ച് സങ്കടത്തോടെ പൊട്ടിക്കരയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഹരീഷും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്.
സുഭാഷ് ഏട്ടന്റെ വിവരങ്ങളൊന്നും അറിയാതെ നിധി വീട്ടിൽ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് ഹരീഷും നികേഷും അങ്ങോട്ടെത്തുന്നത്. സുഭാഷ് ഏട്ടനെ കുറിച്ച് നിധി തിരക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചെന്നും തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നതെന്നും ഹരീഷും പറയുകയാ. അപ്പോഴേക്കും സുധീഷും അങ്ങോട്ട് വരുന്നുണ്ട്. സുധീഷിന്റെ സങ്കടത്തോടെയുള്ള ഇരിപ്പ് കണ്ട് സുഭാഷ് ഏട്ടനെ കണ്ടെത്തിയോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടനെ താൻ പല സ്ഥലങ്ങളിലും തിരഞ്ഞെന്നും കണ്ടെത്തിയില്ലെന്നും സുഭാഷ് ഏട്ടനെ കാണാതെ തനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുവെന്നും ഇനി എവിടെ പോയി തിരയുമെന്ന് അറിയില്ലെന്നും പറഞ്ഞ് സുധീഷ് സങ്കടത്തോടെ കരയുകയാ. ഇതെല്ലാം കണ്ട് ആകെ തകർന്നു പോകുന്ന നികേഷും ഒരു മരവിച്ച അവസ്ഥയിൽ ഒന്നും മിണ്ടാതെ ചേർലിരിക്കുകയാണ്. അവന്റെ ഇരിപ്പ് കണ്ട് സുധീഷ് തന്റെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും നികേഷ് ഓക്കെയാണെന്നും സുഭാഷ് ഏട്ടൻ എത്തിയാൽ എല്ലാം റെഡിയാകുമെന്നും നിധിയും സമാധാനിപ്പിക്കുന്നുണ്ട്. സുഭാഷിനെ കണ്ടെത്തിയോന്ന് ചോദിച്ച് അച്ഛനും അങ്ങോട്ടെത്തുകയാ. ഇല്ലെന്നറിഞ്ഞ് അവൻ തിരികെ എത്തുമെന്ന് അവരെല്ലാം ആശ്വസിപ്പിച്ച് അച്ഛൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ്. സുഭാഷ് ഏട്ടനെ കാണാനിൽ നിന്ന് പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലതെന്ന് നിധി പറയുന്നത് നികേഷിനെ കൂടുതൽ തളർത്തുകയാണ്. സുഭാഷ് ഏട്ടനെ ശരിക്കും കാണാനില്ലല്ലേ, അതുകൊണ്ടാണല്ലേ പോലീസിൽ അറിയിക്കുന്നത് എന്നൊക്കെ അങ്കലാപ്പോടെ നികേഷ് ചോദിച്ച് പൊട്ടിക്കരയുമ്പോഴേക്കും ഹരീഷും സുധീഷും അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അവന്റെ ഇത്തരത്തിലുള്ളൊരു ഭാവമാറ്റം എല്ലാവരെയും പരിഭ്രമത്തിലാഴ്ത്തുന്നുണ്ട്. നിധി അവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് സമാധാനമായിരിക്കെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയാണ്. താൻ നികേഷിനെ ശ്രദ്ധിച്ചോളാമെന്ന് ഹരീഷ് പറയുന്നതോടെ നിധി സുധീഷിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സ്റ്റേഷനിലെത്തുമ്പോഴേക്കും സുധീഷിന് വീണ്ടും ടെൻഷൻ കൂടുകയാണ്. അവനെ ആശ്വസിപ്പിച്ച് നിധി സുധീഷിനെയും വിളിച്ച് സ്റ്റേഷനകത്തേക്ക് കയറി പോവുകയാണ്. സിഐയുടെ അരികിലേക്ക് ചെന്ന് സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്നും കണ്ടുപിടിച്ച് തരണമെന്നും നിധി പറയുന്നത് കേൾക്കെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് സിഐയും ചോദിക്കുന്നുണ്ട്. നിധി നടന്ന കാര്യങ്ങളെല്ലാം സിഐയോട് വിവരിച്ച് സുഭാഷ് ഏട്ടൻ അതിനുശേഷം ആകെ വിഷമത്തിലായിരുന്നുവെന്നും ഒരു കത്തെഴുതി വെച്ചിട്ടാണ് പോയതെന്നും പറഞ്ഞ് ആ കത്ത് സിഐയെ കാണിക്കുകയാണ്. സിഐ ആ ലെറ്റർ വായിക്കുമ്പോഴേക്കും അവരെ ശ്രദ്ധിച്ച് ഒരു കോൺസ്റ്റബിളും അങ്ങോട്ടെത്തുകയാണ്. അദ്ദേഹം സിഐയോടായി പെണ്ണുങ്ങൾ വാഴാത്ത വീടെന്നുള്ളൊരു മോശപ്പേര് അവരുടെ വീടിനുണ്ടെന്നും അവരുടെ അച്ഛൻ അമ്മയെ കൊന്ന് ജയിലിൽ പോയതാണെന്നും 4 പേർ ചേർന്ന് ഒരു പയ്യനെ അടിച്ച കേസിലെ പ്രതികളാണിവരെന്നും മോശം വാക്കുകൾ പറയെ നിധിയും അതിനെതിരെ പ്രതികരിക്കുകയാണ്. അത് കേൾക്കെ കോൺസ്റ്റബിളിനോട് മിണ്ടാതിരിക്കാനായി പറയുന്നുണ്ട് സിഐ. നിധി വീണ്ടും സിഐയോടായി പറയുന്നുണ്ട് ജോത്സ്യൻ സുഭാഷ് ഏട്ടന്റെ ജാതകദോഷം കൊണ്ട് അനിയന്മാരുടെ വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞെന്നും അതോർത്ത് സുഭാഷ് ഏട്ടൻ ആകെ മനോവിഷമത്തിലായിരുന്നുവെന്നും അതിനുശേഷം രാത്രിയിൽ ഉറങ്ങാൻ കിടന്നതാണെന്നും രാവിലെ നോക്കുമ്പോൾ കാണുന്നില്ലെന്നും നിധി പറയുമ്പോൾ സുഭാഷിന്റെ ഒരു ഫോട്ടോയും വയസ്സും ചോദിക്കുന്നുണ്ട് സിഐ. വയസ്സ് പറഞ്ഞുകൊടുത്ത് സുഭാഷിന്റെ ഫോട്ടോയും നൽകുമ്പോൾ ആ ഫോട്ടോ കോൺസ്റ്റബിളിനെ ഏൽപ്പിച്ച് എല്ലാ സ്റ്റേഷനിലേക്കും അയക്കണമെന്നും പെട്ടെന്ന് തന്നെ അന്വേഷണം തുടങ്ങണമെന്നും സിഐ പറയുകയാണ്. സുഭാഷിനെ നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞോ എന്ന് സിഐ ചോദിക്കേ എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞെന്നും എവിടെയും കണ്ടെത്താനായില്ലെന്നും നിധി സങ്കടത്തോടെ പറയുന്നുണ്ട്. സുധീഷ് അപ്പോഴും സങ്കടം സഹിക്കാൻ കഴിയാതെ ഒന്നും മിണ്ടാതെ ഇരിപ്പാണ്. ഈ കത്ത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ചേട്ടൻ ജോത്സ്യൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചിരിക്കാനാണ് സാധ്യതയെന്നും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ആത്മഹത്യയെക്കുറിച്ച് എന്തെങ്കിലും ധ്വനി ഉണ്ടായിരുന്നുവെന്നും സിഐ ചോദിക്കുന്നതിൽക്കെ ഞെട്ടലോടെ ഇരിക്കുകയാണ് നിധിയും സുധീഷും. അങ്ങനെയൊന്നുമില്ലെന്ന് നിധി പറയെ സുധീഷും കരഞ്ഞുകൊണ്ട് കൈകൂപ്പി പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ, എന്റെ ചേട്ടനെ പെട്ടെന്ന് കണ്ടെത്തി തരണം സാർ. അവന്റെ കരച്ചിൽ കണ്ട് സിഐക്കും ടെൻഷൻ ആവുകയാണ്. നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ സുഭാഷ് ഏട്ടനെ വളരെയധികം വിഷമത്തോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. താൻ കാരണമാണ് തന്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അതോർത്താണ് വീട് വിട്ടു പോയതെന്നും അതുകൊണ്ടാണ് താൻ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞതെന്നും സമാനമായ ഒരു കേസിൽ ഒരു മൃതദേഹം കണ്ടെത്തിയ കാര്യവും സിഐ പങ്കുവയ്ക്കുമ്പോൾ സുധീഷും നിധിയും ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നും എത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടനെ അന്വേഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്നും നിധി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഒരു പരാതി എഴുതി തരാനായി സിഐയും പറയുന്നുണ്ട്. അതനുസരിച്ച് നിധി പെറ്റീഷൻ എഴുതി തുടങ്ങുമ്പോഴേക്കും സുധീഷ് സങ്കടത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. സുഭാഷ് ഏട്ടൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുമോ എന്ന സംശയം സിഐ പങ്കുവെച്ചതോർത്ത് അവൻ സങ്കടത്തോടെ പുറത്തിരുന്ന് പൊട്ടിക്കരയുകയാണ്. പെറ്റീഷൻ എഴുതി കൊടുത്ത് നിധി പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്നത് സങ്കടത്തോടെ പൊട്ടിക്കരയുന്ന സുധീഷിനെയാണ്. അവൾ അവന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുമ്പോഴേക്കും സുധീഷും സങ്കടത്തോടെ പറയുകയാണ്, എന്റെ സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും ബുദ്ധിമോശം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങളാരും ജീവിച്ചിരിക്കില്ല. എന്റെ സുഭാഷ് ഏട്ടൻ എവിടെ പോയി നിധി എന്ന് പറഞ്ഞവൻ സങ്കടത്തോടെ കരയുമ്പോഴേക്കും നിധിയും അവനെ ആശ്വസിപ്പിക്കുക. സുധീഷേ കരയാതെ, നമ്മുടെ സുഭാഷ് ഏട്ടൻ തിരിച്ചു വരും, നമുക്ക് സുഭാഷ് ഏട്ടനെ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞവൾ ആശ്വസിപ്പിക്കേ സുധീഷ് വീണ്ടും സങ്കടത്തോടെ പറയുന്നുണ്ട്, ആ പോലീസുകാരൻ പറഞ്ഞത് കേട്ടില്ലേ നിധി, സുഭാഷ് ഏട്ടൻ ജീവിതം അവസാനിപ്പിച്ചു കാണുമെന്ന് എന്നവൻ സങ്കടത്തോടെ പറയേ നിധിയും പറയുന്നുണ്ട്, അവരത് തീർത്തു പറഞ്ഞില്ലല്ലോ, അവർ എല്ലാ രീതിയിലും അന്വേഷിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് കേൾക്കെ സുധീഷും പറയുന്നുണ്ട്, അയാളുടെ ചോദ്യങ്ങളൊന്നും എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല.
നമ്മുടെ വീട്ടിലെ കിണറിലൊന്നും നോക്കിയില്ലല്ലോ, എനിക്കത് ഓർക്കുമ്പോഴേ പേടിയാവുന്നു എന്നൊക്കെ സുധീഷ് കരഞ്ഞു പറയേ നിധിയും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇന്നലെ നിധി പറഞ്ഞതാ സുഭാഷ് ഏട്ടനെ ശ്രദ്ധിക്കണമെന്ന്. എനിക്കത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറഞ്ഞ് സുധീഷ് സ്വയം കരണത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങുകയാ. നിധിയും അവനെ തടഞ്ഞ് എന്താ സുധീഷ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കേ, സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറങ്ങാതെ കാവലിരുന്നേനെ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും പൊട്ടിക്കരയുക. ഇവർ പറഞ്ഞതുപോലെ എങ്ങാനും സംഭവിച്ചാൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. സുഭാഷ് ഏട്ടാ എവിടെ പോയി എന്ന് ചോദിച്ച് സുധീഷ് വീണ്ടും പൊട്ടിക്കരയുമ്പോഴേക്കും, സുധീഷെ കരയില്ലേ, നമുക്ക് സുഭാഷ് ഏട്ടനെ കണ്ടെത്താം എന്നവൾ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പേടിയാവുന്നു നിധി എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും സങ്കടത്തോടെ കരയാൻ തുടങ്ങുകയാ. നിധിയും അവനെ ചേർത്ത് പിടിച്ച്, കരയിൽ സുധീഷെ, ഇവർ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കില്ല. സുഭാഷ് ഏട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സുധീഷ് വീണ്ടും സങ്കടത്തോടെ പറയുക, സുഭാഷ് ഏട്ടൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു. പക്ഷേ ഇന്നൊരു ദിവസം സുഭാഷ് ഏട്ടൻ കൂടെ ഇല്ലെന്ന് ഓർക്കുമ്പോൾ ഈ ലോകം തന്നെ നിന്നു പോയതുപോലെ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ. സുഭാഷ് ഏട്ടനില്ലാത്ത ആ വീടിനെ കുറിച്ച് ഓർക്കാൻ പോലും വയ്യ. സുഭാഷ് ഏട്ടനില്ലാത്ത ആ വീട്ടിലേക്ക് എങ്ങനെ പോകുമെന്നൊക്കെ പറഞ്ഞ് സുധീഷ് കരയുമ്പോഴേക്കും നിധിയും ഓരോന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നുണ്ട്. സുഭാഷ് ഏട്ടന് ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് നിധി അവനെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. അവരെ കണ്ട് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തോ എന്ന് ചോദിച്ച് നികേഷ് ഓടി വരുമ്പോഴേക്കും പെറ്റീഷൻ കൊടുത്തെന്നും അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞെന്നും നിധി പറയുന്നു. ആ സമയത്ത് സുധീഷിന്റെ മൊബൈലിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരികയാണ്. ചിലപ്പോൾ സുഭാഷ് ഏട്ടൻ ആകാമെന്ന നിധിയുടെ സംശയത്തിൽ സുധീഷ് ഫോൺ എടുക്കുമ്പോഴേക്കും ബാങ്കിൽ നിന്നുള്ളൊരു കോൾ ആയിരുന്നു അത്. സുധീഷ് അവരെ ചീത്ത വിളിച്ച് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുകയാണ്. തനിക്ക് വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനം കിട്ടില്ലെന്നും താൻ പുറത്തു പോയി അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഹരീഷ് ഇറങ്ങാനായി തുടങ്ങുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അന്വേഷിച്ചതല്ലേ, കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. വീട്ടിലിരുന്നാൽ തനിക്ക് സമാധാനം കിട്ടില്ലെന്ന് പറഞ്ഞ് ഹരീഷ് വീണ്ടും സുഭാഷിനെ തിരയാനായി പോവുകയാണ്. അപ്പോഴാണ് സുഭാഷിനെ കാണാനില്ലെന്ന വിവരം അറിഞ്ഞ് അമ്മായി ലളിതയും വല്യച്ഛൻ ഗംഗാധരനും അങ്ങോട്ടെത്തുന്നത്. ഭാസ്കരൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയിട്ടാണോ സുഭാഷ് വീട് വിട്ടുപോയതെന്ന് വല്യച്ഛൻ ചോദിക്കേ, സുഭാഷ് ഏട്ടൻ വീട് വിട്ടു പോവാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം വിവരിച്ച് സുഭാഷ് ഏട്ടൻ എഴുതി വെച്ച ആ കത്ത് വല്യച്ഛനെ കാണിക്കുന്നുണ്ട് നിധി. സുഭാഷിനെ കാണാനില്ലെന്നറിഞ്ഞ് വിഷമമായെന്നും അക്കാര്യം തിരക്കാനായാ വന്നതെന്നും അമ്മായിയും പറയുന്നുണ്ട്. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത കാര്യവും നിധി അവരെ അറിയിക്കുകയാണ്. അപ്പോഴാണ് എല്ലാം കേട്ട് ഉമ്മറത്തിരിക്കുന്ന അച്ഛനും അങ്ങോട്ട് വന്ന് തൻ്റെ മകനെ കാണാതായതിനു പിന്നിൽ അവരാക്കാമെന്ന സംശയത്തിൽ അവരെ ചോദ്യം ചെയ്ത് കുറ്റപ്പെടുത്തുകയാണ്. സുഭാഷിനെ കാണാനില്ലെന്നും നിങ്ങൾ അന്വേഷിക്കുകയാണെന്നും നാട്ടുകാരിൽ നിന്നും അറിഞ്ഞെന്നും അതറിഞ്ഞ് ആകെ വിഷമമായെന്നും എന്താ ഏതെന്നറിയാൻ തിരക്കി ഇറങ്ങിയതാണെന്നും അമ്മായിയും പറയുന്നുണ്ട്. ഭാസ്കരനും അത് വിശ്വസിക്കാൻ തയ്യാറാവാതെ ഒന്നും മിണ്ടാതെ അങ്ങോട്ടിരിക്കുക. അമ്മായിയും എല്ലാവരെയും സമാധാനിപ്പിക്കുക. സുധീഷിന് നിങ്ങളെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങളെ ഓരോരുത്തരെയും അവൻ ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നികേഷിനെ അവൻ ഒരിക്കലും തനിച്ചാക്കി പോകാൻ കഴിയില്ല എന്നൊക്കെ അമ്മായി ആശ്വസിപ്പിക്കെ അത് കേട്ട് നികേഷും സങ്കടത്തോടെ കരയാൻ തുടങ്ങുകയാ. ആ കാഴ്ച കണ്ട് സുധീഷ് അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാ. പിന്നീട് രാത്രിയായും സുഭാഷ് ഏട്ടൻ വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിധിയും സുധീഷും നികേഷും അച്ഛനുമെല്ലാം. ആകെ മരവിച്ച അവസ്ഥയിൽ തളർന്നിരിപ്പാണ് നികേഷ്. അവനെ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുകയാ നിധിയും. ഒരു ഭാവമാറ്റവും ഇല്ലാതെയുള്ള നികേഷിന്റെ ആ ഇരിപ്പ് കണ്ട് സുധീഷിനെ വിളിച്ച് നികേഷിന്റെ ഭാവമാറ്റത്തെക്കുറിച്ച് പരിഭ്രമത്തോടെ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചോർത്ത് സുധീഷും സങ്കടത്തോടെ തന്റെ ആകുലതകൾ നിധിയുമായി പങ്കുവെക്കുമ്പോഴാണ് അവരെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന അച്ഛനും അവരുടെ അടുത്തേക്ക് വന്ന് സുഭാഷ് ചിലപ്പോൾ അവിനാശിന്റെ പെങ്ങളുമായി ഒളിച്ചോടിയതാകാമെന്ന സംശയം പങ്കുവെക്കുകയാണ്. സുധീഷ് അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ചാന്ദിനിയും സുഭാഷും തമ്മിലുള്ള ഇടപഴകലിനെ കുറിച്ചെല്ലാം ഓർമ്മിപ്പിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ സുഭാഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടാകാമെന്ന് അച്ഛൻ വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്. സുധീഷ് വീണ്ടും അച്ഛനെ എതിർക്കുന്നുണ്ടെങ്കിലും തന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം പറഞ്ഞതാണെന്നും ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമെന്നും പറഞ്ഞ് അച്ഛൻ വീണ്ടും കട്ടിലേക്ക് പോയിരിക്കുകയാണ്. സുധീഷ് അച്ഛന്റെ സംശയങ്ങൾ തള്ളിക്കളയുന്നുണ്ടെങ്കിലും താൻ സുഭാഷ് ഏട്ടനെ അന്വേഷിക്കുന്നതിനിടയിൽ കണ്ടുമുട്ടിയ അവിനാശിന്റെ പെരുമാറ്റത്തിലെ പന്തികേട് സുധീഷ് ഓർത്തെടുക്കുകയും സംശയത്തോടെ അവിനാശിന്റെ വീട്ടിലേക്ക് അന്വേഷിക്കാനായി പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സുധീഷ് സുഭാഷ് ഏട്ടനെ തിരഞ്ഞ് അവിനാശിന്റെ വീട്ടിലെത്തുകയും അവിടെ നിന്ന് സുഭാഷ് ഏട്ടനെ കണ്ടെത്തുകയും ചെയ്യുന്നു. തന്റെ അനിയന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് താൻ വീട് വിട്ടിറങ്ങിയതെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ സുധീഷും സങ്കടത്തിൽ സുഭാഷ് ഏട്ടനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാണ്. സുഭാഷ് ഏട്ടൻ ആരോടും പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ നേരത്തെ പറയാഞ്ഞതെന്ന് അവിനാശും പറയുകയാണ്. അങ്ങനെ സുധീഷ് സുഭാഷ് ഏട്ടനെയും കൊണ്ട് തിരികെ വീട്ടിലെത്തുകയും നിധിയും ഹരീഷും നികേഷും എല്ലാം സുഭാഷ് ഏട്ടനെ സങ്കടത്തോടെയും സ്നേഹത്തോടെയും സ്വീകരിക്കുകയും ചെയ്യുന്നു. വീട്ടിലെത്തിയ സുഭാഷിനെ അച്ഛനും മുഖത്തടിച്ചുകൊണ്ട് കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. വീട്ടുകാരും നാട്ടുകാരും അപമാനിച്ചിട്ടും താൻ ഇതുവരെ വീട് വിട്ടിറങ്ങിപ്പോയിട്ടില്ലെന്നും ഒരു ജോൽസിന്റെ വാക്കുകേട്ട് വീട് വിട്ടിറങ്ങിപ്പോയ സുഭാഷിന്റെ പ്രവൃത്തി തെറ്റായിപ്പോയെന്നും അച്ഛൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് എല്ലാവരും കാര്യങ്ങളെല്ലാം സംസാരിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയാണ്.
ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളോർത്ത് സങ്കടപ്പെടേണ്ടെന്നും അതെല്ലാം വ്യാജമാണെന്നും അതൊന്നും വകവെക്കേണ്ടെന്നും പറഞ്ഞ് സുധീഷും സുഭാഷ് ഏട്ടനെ ആശ്വസിപ്പിക്കുകയാണ്. ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോഴും സുഭാഷിന്റെ മനസ്സിൽ ഒരു ഭാരമായി തന്നെ കിടക്കുകയാണ്. അനിയന്മാരുടെ ഭാവിക്കും നന്മയ്ക്കും വേണ്ടി താൻ വീട് വിട്ടു പോവുകയാണ് നല്ലതെന്ന് സുഭാഷ് അപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനൊരു പരിഹാരം കണ്ടെത്താനായി സുധീഷും ഹരീഷും ശ്രമിക്കുകയാണ്. സുഭാഷ് ഏട്ടന്റെ ജാതകം 3-4 ജ്യോത്സ്യരെ കൂടി കാണിക്കാമെന്നും അതിലൊരാളെങ്കിലും ഇതേ ദോഷം പറയുകയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ വീട് വിട്ടു പോകുന്നതിൽ തങ്ങൾക്ക് സമ്മതമാണെന്ന് സുധീഷും ഹരീഷും പറയുകയാണ്. അങ്ങനെ സുഭാഷ് ഏട്ടന്റെ സമ്മതത്തോടുകൂടി അവർ 4 ജ്യോത്സ്യന്മാരെ സുഭാഷ് ഏട്ടന്റെ ജാതകം നോൽക്കാനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. സുഭാഷ് ഏട്ടൻ അതിന് സമ്മതിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ഇക്കാര്യത്തിൽ കള്ളത്തരം കാണിക്കരുതെന്ന് സുഭാഷ് ഏട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. താനത് ശ്രദ്ധിച്ചോളാമെന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെയും കൂട്ടി ജ്യോത്സ്യനെ വിളിക്കാനായി പോവുകയാണ്. അങ്ങനെ അവർ തിരികെ വീട്ടിലെത്തുമ്പോൾ കൂടെ 4 ജ്യോത്സ്യരും ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തരായി പ്രത്യേകം സുഭാഷിന്റെ ജാതകം നോക്കുകയാണ്. സുഭാഷിന്റെ ജാതകത്തെക്കുറിച്ച് അവർക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. ജാതകത്തിൽ ദോഷങ്ങളൊന്നുമില്ലെന്നും വിവാഹയോഗവും ദാമ്പത്യയോഗവും ഉണ്ടെന്നും ആകെയുള്ളതൊരു സർപ്പദോഷമാണെന്നും അതിന് കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തി പരിഹാരം ചെയ്യണമെന്നും അവർ പറയുന്നത് കേൾക്കെ സുഭാഷിനും കൂട്ടർക്കും ആശ്വാസമാവുകയാണ്. പിന്നീട് അവർ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അച്ഛനോട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും തനിക്കറിയില്ല എന്നായിരുന്നു അച്ഛന്റെ മറുപടി. പിന്നീട് സുഭാഷ് ഏട്ടൻ കടയിലേക്ക് പോവാൻ തുടങ്ങുമ്പോൾ സുഭാഷ് ഏട്ടനെ കാണാതായത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ടെന്നും അവരുടെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്നും പറഞ്ഞ് സുധീഷ് അവനെ തടയുന്നുണ്ടെങ്കിലും അതെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് സുഭാഷ് കടയിലേക്ക് പോവാൻ ഒരുങ്ങുമ്പോഴേക്കും താനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നികേഷും സുഭാഷിന്റെ കൂടെ പോവുകയാണ്. സുഭാഷിനെ കാണുന്ന നാട്ടിലെ ചിലർ സുഭാഷ് വീട് വിട്ടിറങ്ങിയതിനെ കുറിച്ച് ചോദിച്ച് അവനെ കുറ്റപ്പെടുത്തുകയാണ്. അതിഷ്ടമാവാതെ നികേഷ് സുഭാഷ് ഏട്ടനെയും പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോഴാണ് വല്യച്ഛൻ അതുവഴി നടന്നു വരുന്നത് അവർ കാണുന്നത്. സുഭാഷ് ഏട്ടനെ കാണാതായതറിഞ്ഞ് വല്യച്ഛനും അമ്മായിയും വിഷമത്തോടെ വീട്ടിലേക്ക് വന്നിരുന്ന കാര്യം നികേഷ് സുഭാഷിനെ ഓർമ്മിപ്പിക്കുകയാണ്. താൻ അതറിഞ്ഞെന്നും വല്യച്ഛന് നമ്മളോട് സ്നേഹമൊക്കെ ഉണ്ടെന്നും സുഭാഷ് പറയുന്നുണ്ടെങ്കിലും വല്യച്ഛൻ അവരെ കാണാത്തതുപോലെ അവരെ കടന്നു പോവുകയാണ്. സുഭാഷ് വല്യച്ഛന് പുറകെ ചെന്ന് അദ്ദേഹത്തെ വിളിച്ചു നിർത്തി തന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടായപ്പോൾ വല്യച്ഛനും അമ്മായിയും എത്തിയതിൽ തന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പിന്നീട് അവൻ കുടുംബക്ഷേത്രത്തെക്കുറിച്ചും വല്യച്ഛനോട് ചോദിക്കുന്നുണ്ടെങ്കിലും 2 കുടുംബങ്ങളും ഒന്നാവുന്നത് തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് വല്യച്ഛൻ സുഭാഷിന് കുടുംബക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. നികേഷ് അതിൽ വല്യച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കുടുംബദേവതകൾ തുണച്ചാൽ ഉറപ്പായും നമ്മൾ അവിടെ എത്തിയിരിക്കുമെന്നും സുഭാഷും അവനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് സുഭാഷിന്റെ ജോലിസ്ഥലത്ത് അവിനാശിന്റെ അരികിലെത്തി സങ്കടത്തോടെ ഓരോന്ന് കരഞ്ഞു പറയുന്ന ചാന്ദിനിയെ സുഭാഷ് കാണുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ കാര്യം എന്താണെന്ന് ചോദിക്കെ അവിനാശും കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. വീട്ടുകാർ അമ്മാവന്റെ മകനുമായി ചാന്ദിനിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നും അവനൊരു ദുഷ്ടനാണെന്നും ചാന്ദിനിക്ക് ആ വിവാഹത്തിൽ താല്പര്യമില്ലെന്നും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായി അവൻ നാട്ടിലില്ലാതിരുന്ന സമയത്ത് ചാന്ദിനിയെ താൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണെന്നും ചാന്ദിനിയുടെ മിസ്സിംഗ് അറിഞ്ഞ് അവൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അവളെ തിരിച്ചു കൊണ്ടുവരാനായി വീട്ടുകാർ പറയുന്നുണ്ടെങ്കിലും താൻ അവളെ കൊണ്ടുപോയില്ലെന്നും കാര്യങ്ങൾ അറിഞ്ഞ് അവൻ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നും അവളെ ഇവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമെന്ന് അവൾ ഭയക്കുന്നുണ്ടെന്നും അവിനാശ് വിവരിക്കെ താൻ ഒരിക്കലും അവന്റെ കൂടെ പോവില്ലെന്നും അവനൊരു ഗുണ്ടയാണെന്നും ദുഷ്ടനാണെന്നും എന്ത് ചെയ്യണമെന്ന് തനിക്കറിയില്ലെന്നും കരച്ചിലോടെ ചാന്ദിനിയും പറയുകയാണ്. ചാന്ദിനി അവരുടെ കണ്ണിൽപ്പെട്ടാൽ അവളെ ഉറപ്പായും കൊണ്ടുപോകുമെന്ന് അവിനാശും പറയുന്നുണ്ട്. സുഭാഷ് അവരുടെ പ്രശ്നത്തിനൊരു വഴി കണ്ടെത്തുകയാണ്. ചാന്ദിനിയെ അവർ കാണുന്നതല്ലേ പ്രശ്നമെന്നും ചാന്ദിനി തൽക്കാലം തന്റെ വീട്ടിൽ നിൽക്കണമെന്നും അവിനാശ് അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ താമസിക്കണമെന്നും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണമെന്നും കണ്ടുപിടിക്കാൻ കഴിയാതെ അവൻ മടങ്ങിക്കൊള്ളുമെന്നും സുഭാഷ് ഏട്ടനും വഴി കണ്ടെത്തുകയാണ്. മനസ്സില്ലാ മനസ്സോടെ നിൽക്കുന്ന അവിനാശിനോടായി ചാന്ദിനി കരഞ്ഞപേക്ഷിക്കെ അവിനാശും ചാന്ദിനിയെ സുഭാഷ് ഏട്ടന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ തയ്യാറാവുകയാണ്. താൻ വീട്ടിലേക്ക് വിളിച്ച് പറയാമെന്നും ചാന്ദിനിയെ വീട്ടിലേക്ക് കൊണ്ടുവിടാനും അവിനാശിനോട് പറയുന്നുണ്ട് സുഭാഷ്. കരഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടന് നന്ദി പറഞ്ഞ് ചാന്ദിനിയും അവിനാശിന്റെ കൂടെ സുഭാഷിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിനാശ് ചാന്ദിനിയെയും കൊണ്ട് സുഭാഷിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നിധിയും കൂട്ടരും അവളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. സുഭാഷും അപ്പോഴേക്കും സുധീഷിനെ വിളിച്ച് അവിനാശിന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും ചാന്ദിനി തൽക്കാലം നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ എന്നും പറയുന്നുണ്ട്. കാര്യങ്ങളെല്ലാം സുഭാഷ് ഏട്ടൻ വിളിച്ച് പറഞ്ഞെന്നും ചാന്ദിനി തന്റെ വീട്ടിലിരുന്നാൽ ഉറപ്പായും അവളുടെ മുറച്ചെറുക്കാൻ അവളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്നും അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞ് അവിനാശ് അവർക്ക് നന്ദി പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. പിന്നീട് നിധി കുടുംബക്ഷേത്രം എവിടെയാണെന്നതിനെക്കുറിച്ച് സുനന്ദയോട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടുള്ള വഴി കൃത്യമായി തനിക്ക് അറിയില്ലെന്നും അമ്മയും മാമനും മാത്രമേ പോവാറുള്ളൂവെന്നും താൻ അന്വേഷിച്ചിട്ട് പറയാമെന്നും സുനന്ദ പറയുകയാണ്. ഇതിനിടയിൽ നികേഷ് വീണ്ടും ബസ് സ്റ്റോപ്പിൽ വെച്ച് ആ പെൺകുട്ടിയെ കാണുന്നുണ്ട്.
അവളെ പരിചയപ്പെടുന്നതും അവൾ തന്നെയാണ് നോക്കിയതെന്നും താൻ സ്മാർട്ടാണെന്നും അവൾ പറയുന്നതുമൊക്കെ അവൻ മനോരാജ്യം കാണുകയാണ്. പിന്നീട് അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെടാനായി ശ്രമിക്കുമ്പോഴേക്കും അവളുടെ അങ്കിൾ അങ്ങോട്ടെത്തി അവളെ കോളേജിൽ വിടാമെന്ന് പറഞ്ഞ് തൻ്റെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. അത് കണ്ട് നികേഷും ആകെ നിരാശനാവുകയാണ്. പിന്നീട് ജോലി കഴിഞ്ഞു വരുന്ന സുഭാഷിനെ വഴിയിൽ വെച്ച് കാണുന്ന വല്യച്ഛൻ സ്നേഹത്തോടെ അവനെ അരികിലേക്ക് വിളിച്ച് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ എല്ലാവരും ഒന്നിച്ച് കുടുംബക്ഷേത്രത്തിൽ പോയി പൂജയും വഴിപാടുമെല്ലാം നടത്തുന്നതുമൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.